ഇന്ന് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മോസ്റ്റ് ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് യു എയിലെ നഴ്സസിന്റെ ഡ്യൂട്ടി അവേഴ്സ് എങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയട്ടെ, ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിലെല്ലാം ഒരേപോലത്തെ ഡ്യൂട്ടി അവേഴ്സ് ആണ് പോകുന്നത്. പക്ഷെ അത് നമ്മൾ വാർഡ് ICU അങ്ങനത്തെ അവിടെയൊക്കെ ഒരേപോലെ, പക്ഷെ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിൽ കുറെ PHC സെന്ററുകൾ ഉണ്ട്. അപ്പൊ അവിടെയും ഹെൽത്ത് കെയർ സെന്റർ, മെഡിക്കൽ സെന്ററുകളൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ. അവിടെ എല്ലാം ഡ്യൂട്ടി വ്യത്യാസമാണ്. ഹോസ്പിറ്റലിലെ തന്നെ OPD ഡ്യൂട്ടി അവേഴ്സ് വ്യത്യാസമാണ്. അപ്പൊ മൊത്തത്തിൽ ഗവൺമെന്റിലടക്കം ഡ്യൂട്ടി അവേഴ്സ് വ്യത്യാസമാണ്. അപ്പൊ യൂഷ്വലി 48 അവേഴ്സ് ആണ്. ബട്ട് അത് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്യൂട്ടി അവേഴ്സ് വരുന്നത്. അപ്പൊ ആസ് പെർ ദ UA റൂൾ അനുസരിച്ചിട്ട് എല്ലായിടത്തും വീക്കിലി 48 അവേഴ്സ് ഡ്യൂട്ടി നഴ്സസിന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ആസ് പെർ ദ UA റൂൾ അനുസരിച്ചിട്ട്. അങ്ങനെയാണ്. അതിൽ കൂടുതൽ നിങ്ങൾ ഇപ്പോൾ 48 അവേഴ്സിൽ കൂടുതൽ ഡ്യൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് നമ്മൾ തക്കതായിട്ടുള്ള ഒരു ലീവ്, എക്സ്ട്രാ ഒരു ലീവ് കൊടുക്കണം. അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനുള്ള ഒരു പൈസ കാര്യം എന്തെങ്കിലും അലവൻസ് ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥലങ്ങളിലും പ്രൈവറ്റില് അങ്ങനെയെല്ലാം നടക്കുന്നത്. എസ്പെഷ്യലി ഹോം കെയറുകൾ, അതുപോലെ ക്ലിനിക്സിലൊക്കെ അവർക്ക് തോന്നിയ പോലെയാണ് ഓരോ എംപ്ലോയീസിനെയും ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്. ആക്ച്വലി അത് ഇല്ലീഗലാണ്. അങ്ങനെ ഡ്യൂട്ടി എടുപ്പിക്കാനോ അങ്ങനെ ഒന്നും കൊടുക്കാണ്ടോ ഒന്നും പണിയെടുപ്പിക്കാനോ പറ്റില്ല. പക്ഷെ പല സ്ഥലത്തും ഒരു 90% സ്ഥലങ്ങളിലും ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് തോന്നിയ പോലെയാണ് പ്രൈവറ്റിലെല്ലാം നടക്കുന്നത്. ഗവൺമെന്റിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. ഗവൺമെന്റിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫിക്സഡിൽ തന്നെ പോകുന്നത്. ഇൻ കേസ് നമ്മളിപ്പോൾ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് ഓഫോ അല്ലെങ്കിൽ അലവൻസോ കാര്യങ്ങളോ ഗവൺമെന്റിന് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഡ്യൂട്ടി അവേഴ്സ് പറയാം. ആദ്യം ഞാൻ ഗവൺമെന്റിൽ നിന്ന് തുടങ്ങാം. ഗവൺമെന്റിൽ ഇപ്പോൾ ICU വാർഡ് അങ്ങനത്തെ ഏരിയയിലൊക്കെ 12 അവേഴ്സ് ആണ്, വീക്കിലി 48 അവേഴ്സ് ആണ്. അപ്പൊ പെർ മന്തിൽ ഒരു 80 ഡേയ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയാണ് വരുന്നത്. ഗവൺമെന്റിലും അതുപോലെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും UAയിലെ എല്ലായിടത്തും വരുന്നത് മാക്സിമം ഒരു 7-8 നൈറ്റേ വരാറുള്ളൂ. ഒരു 1 വീക്ക് നൈറ്റും ബാക്കി ഡേയും വരും. അങ്ങനെ ഒരു മന്തിൽ ഒരു 60 to 80 ഡേയ്സ് ആണ് വർക്ക് വരുന്നത്. ബാക്കി ദിവസം നമുക്ക് ഓഫ് ആണ്. അപ്പൊ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഡിപ്പെൻഡ് ഓൺ ഏരിയയിലെ അലോക്കേഷൻ അനുസരിച്ചിട്ടുണ്ടാവും. അവരുടെ നീഡിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ഇൻചാർജുമാരും ഡ്യൂട്ടി ഇടുന്നത്. ഇപ്പം സ്റ്റാഫ് ഇല്ലെങ്കിൽ അവരപ്പോൾ അവിടെ നൈറ്റ് 2 നൈറ്റ് കൊടുത്തിട്ട് ഒരു ഡേ കൊടുത്തിട്ട് 2 നൈറ്റ് കൊടുക്കും, പിന്നെ 2 ഓഫ് കൊടുക്കും. അല്ലെങ്കിൽ നൈറ്റ് ഓഫും ഡേ ഓഫും അങ്ങനെ ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ 2 ഡേ കൊടുക്കും, 2 ഓഫ് കൊടുക്കും, പിന്നെ ഡേ നൈറ്റ് അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള 4 ദിവസം ഓഫ് ആയിരിക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെയാണ് വീക്കിലി ഡ്യൂട്ടിക്ക് എടുക്കുന്നത്. അത് വീക്കിലി 48 അവേഴ്സ് ഉള്ളൂ. അപ്പൊ അത് എല്ലായിടത്തും ഗവൺമെന്റിൽ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്കിലി 48 അവേഴ്സ് ആയിട്ടുള്ള ഡ്യൂട്ടി അവേഴ്സ് ആണ് കൊടുക്കുന്നത്. നൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചിലപ്പോൾ മാക്സിമം ഒരു 8 നൈറ്റ് ഒക്കെയാണ് വരുന്നത് കേട്ടോ ഗവൺമെന്റില് സ്റ്റാഫുകൾക്ക് വരുന്നത്. അപ്പൊ 18 ഡേയ്സ് ആയിരിക്കും വർക്ക് വരുന്നത്, ബാക്കിയുള്ള ദിവസം ഓഫ് ആയിരിക്കും. പക്ഷെ അത് ഡിപ്പെൻഡ് ഓൺ ഏരിയനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ OPD എടുക്കുക, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുകയാണെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലും പല രീതിക്കാണ്. ചില ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ അവർക്ക് ചില ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺടിൽ 10 o'clock വരെയൊക്കെ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു PHC സെന്റർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അവിടെ ചില സ്ഥലങ്ങളിൽ 3 ഷിഫ്റ്റും 2 ഷിഫ്റ്റും അങ്ങനെ വരുന്നുണ്ട്. അതായത് മോർണിംഗിൽ 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 5 മണി വരെ അല്ലെങ്കിൽ 4:30 വരെ അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 തൊട്ട് അല്ലെങ്കിൽ 10 മണി തൊട്ടിട്ട് 7 മണി വരെ, അങ്ങനെ 7:30 വരെ അങ്ങനെ ഒരു ഡ്യൂട്ടി അവേഴ്സ്. പിന്നെ അല്ലാണ്ട് ഒരെണ്ണം ഉച്ചയ്ക്ക് കയറിയിട്ട് രാത്രി 10 മണി വരെ അങ്ങനെയും ഓഫ് കൊടുക്കുന്നുണ്ട്. അതും വീക്കിലി 48 അവേഴ്സ് ഉള്ളൂ. 48 അവേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 2 ഓഫ് കാര്യങ്ങളാണ് വീക്കിലി കിട്ടുന്നത്. ഈ ഒരു 10 അവേഴ്സ് അല്ലെങ്കിൽ 9.5 അവേഴ്സ് ഒക്കെ ഡ്യൂട്ടി വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ PHC സെന്റർ കാര്യങ്ങളിൽ ഗവൺമെന്റ് സെക്ടറിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അവർക്ക് നൈറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല അണ്ടിൽ ഈ ഒരു 10 o'clock വരെ, മാക്സിമം ഒരു 10 o'clock വരെ ഉള്ളൂ. അതിനുശേഷം നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളില്ല. അതിനനുസരിച്ചിട്ട് അവർക്കും ഈ ഒരു പറഞ്ഞ പോലെ ഏരിയക്ക് അനുസരിച്ചിട്ട് ഡ്യൂട്ടികൾ മാറുന്നുണ്ട്. അതായത് ഈവനിങ് ഷിഫ്റ്റുകളും മോർണിംഗും തമ്മിലൊരു മാറ്റം ഉണ്ടാവും. അല്ലാണ്ട് വാർഡ് ഇതിലൊക്കെ കംപ്ലീറ്റ് 12 hours ഷിഫ്റ്റ് ആണ് ഡ്യൂട്ടി അവേഴ്സ് വരുന്നത്.
പ്രൈവറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഏകദേശം ഇതുപോലത്തെ ഒരു ഇതിൽ തന്നെ വരുന്നത്. പക്ഷേ അവിടെ ഇപ്പൊ സ്റ്റാഫ് ഷോർട്ടേജോ കാര്യങ്ങളോ ആണെങ്കിൽ സ്റ്റാഫിനെയും കൊണ്ട് 48 hours അല്ല അതിലും കൂടുതൽ അവേഴ്സ് എടുപ്പിക്കാറുണ്ട്. എടുത്തവർ എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുപ്പിക്കുന്നുണ്ട്. അവർക്ക് അലവൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ആസ് പെർ റൂൾ അനുസരിച്ച് തെറ്റാണ്. അതുമായിട്ട് അവർ മുന്നോട്ട് പോവുക, അതിന്റെ ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെതിരെ ഫൈനും കാര്യങ്ങളും കിട്ടാവുന്ന ഒരു ഇഷ്യൂസ് ആണ്. അപ്പൊ പക്ഷെ നമ്മളാരും അങ്ങനെ പോകില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും എടുത്തു പോകില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. അതുപോലെ പോകും. പക്ഷെ പ്രൈവറ്റിലും 12 hours 48 hours ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നതാണ് ക്ലിനിക്സ്, ഹോം കെയർ. അവിടെ എല്ലാം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ക്ലിനിക്സിലൊക്കെ 8 hours ഡ്യൂട്ടി ഉണ്ടാവാറുള്ളൂ. ചില സ്ഥലങ്ങളിൽ 10 hours ഉണ്ടാവാറുണ്ട്. അവർക്കും 48 hours വീക്കിലി 48 hours തന്നെയാണ്. പക്ഷെ അവര് സ്റ്റാഫിന് എംപ്ലോയീസിന് ഒരു 1 day ഓഫ് മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഡ്യൂട്ടിയിൽ വിളിക്കും. അപ്പൊ മോർ ദാൻ 48 hours ആയിരിക്കും. അവർക്ക് ഒരു അലവൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഞാനും അങ്ങനെ വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ്. ക്ലിനിക്സിൽ വർക്ക് ചെയ്തിരുന്നു. 48 hours അല്ല അതിലും കൂടുതൽ എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 8 hours അല്ലെങ്കിൽ 10 hours കഴിഞ്ഞാൽ പോലും ചില സമയത്ത് നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. മോർ ദാൻ 10 hours വരെ എടുക്കുന്നുണ്ട് കേട്ടോ, എടുപ്പിക്കുന്നുണ്ട് ഈ ഒരു ക്ലിനിക്സ് കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതൊക്കെ അവരുടെ ഒരു അവർ പറയുമ്പോൾ വീക്കിലി 48 hours അല്ലെങ്കിൽ 10 hours ആണ്, ഈ വീക്കിലി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിതാക്കും. നമ്മുടെ കോൺട്രാക്റ്റിൽ 48 hours എന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. പക്ഷെ നമ്മളെ എടുത്ത് പണിയെടുപ്പിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റാത്തതുകൊണ്ടും പിന്നെ നമ്മൾ അവിടെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ടും പിന്നെ അത് പ്രതികരിച്ച് നമ്മുടെ ജോലി പോകും എന്നുള്ള ഒരു പേടി കൊണ്ടും ആരും തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. സ്റ്റാഫിനെ എടുത്ത് നല്ല പണിയെടുപ്പിച്ച് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഇതാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡ്യൂട്ടി അവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ മാത്രം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും ഓഫും കാര്യങ്ങളും അലവൻസും ഒക്കെ പോകുന്നുള്ളൂ. അല്ലാത്ത ഏരിയയിലൊന്നും ഒരു ഫിക്സ്ഡ് ഡ്യൂട്ടിയോ അവേഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. അവരുടെ റിക്രൂട്ട്മെന്റ് അവരുടെ ഒരു ഇതിനനുസരിച്ചിട്ട് സ്റ്റാഫിനെ അവരിട്ട് നല്ല പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നാട്ടിലും ഈ ഒരു അവസ്ഥ തന്നെയാണ്. നാട്ടിൽ ഇപ്പൊ നമുക്ക് 8 hours എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 8 hours കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റാറുണ്ടോ? ഓവറും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു സമയമാവും. അതുപോലെ തന്നെ പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് സെക്ടറിൽ കാര്യങ്ങളിലും നടക്കുന്നത്. പിന്നെ ഹോം കെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോം കെയറിലും 12 hours ആണ്. ഈ പറഞ്ഞ പോലെ വീക്കിലി 48 hours എടുപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ചില പേഷ്യൻസിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 72 hours 48 hours ഒക്കെ അവര് സ്റ്റേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറയാറുണ്ട്. അതിന് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കേണ്ടി വരും ഇങ്ങനെ 48 hours. അപ്പൊ നമുക്ക് അതിൽ വില്ലിങ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങളെ എണീപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരാനും കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഡ്യൂട്ടി അവേഴ്സ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. 72 hours 48 hours അങ്ങനെയാവും. എന്നിട്ട് നമുക്ക് ചെയ്യും ആ ഒരു 48 hours ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2-3 ദിവസം ഓഫും കാര്യങ്ങളൊക്കെ തരും. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടിന്യൂസ് 3 days എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള 4 ദിവസം ഓഫ്. അങ്ങനെയുള്ള ഹോം കെയറുകളും ഉണ്ട്. ഓഫ് ഒന്നും തരാണ്ട് കണ്ടിന്യൂസ് എടുത്ത് വീക്കിലി വൺസ് മാത്രം ഓഫ് തരുന്നതുണ്ടായിരുന്നു. 24 hours ഡ്യൂട്ടി എടുപ്പിച്ചിട്ട് വീക്കിലി വൺസ് മാത്രം ഓഫ് തരുന്ന ഹോം കെയറും ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഓരോരുത്തരുടെയും ഓരോ ഹോം കെയറും ഓരോ ക്ലിനിക്സും അവര് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും നല്ല ഏരിയകളും നല്ല ക്ലിനിക്സും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പറഞ്ഞ പോലെയും UL റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാത്ത പല ഇങ്ങനെ പറഞ്ഞ പോലെ ഈ ലൈസൻസ്ഡ് അല്ലാത്തതും അല്ലാണ്ട് പൈസ മാത്രം ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്ന കുറെ കമ്പനികളും ഹോസ്പിറ്റലുകളും ക്ലിനിക്സിലും ഒക്കെ സ്റ്റാഫിനെ ഇട്ട് പെടാപ്പാട് പെടുത്തും. അപ്പൊ അവർക്ക് തോന്നിയ പോലുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയണം, നിങ്ങൾ നോ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കുക. പലപ്പോഴും നമ്മളെല്ലാവരും ഇപ്പൊ ഈ പറയുന്ന ഞാനടക്കം പലപ്പോഴും പല സ്ഥലങ്ങളിലും നോ എന്ന് പറയാനായിട്ട് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്ക് പറ്റാത്തതാണെങ്കിൽ അവിടെ നമുക്ക് പ്രതികരിക്കണേ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ നോ എന്ന് പറയുക. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്കൊന്നും അത് പറയാനായിട്ട് നമുക്ക് പറ്റില്ലെന്ന് വെച്ചാൽ പറ്റും. പക്ഷെ നമ്മൾ പുറകിൽ ചിന്തിക്കും, അയ്യോ ജോലി പോവോ, അവരിതാക്കുവോ, അങ്ങനെ ആക്കൂ ഇങ്ങനെ ആക്കൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനലി വരുമ്പോ നമ്മുടെ ജോലി പോകുക എന്നാണ് നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മളാരും അവിടെ എന്തിനോ പറയില്ല, അവർ പറയുന്ന സമയം പോലെ നമ്മൾ ഡ്യൂട്ടി എടുക്കും, ഓവർ ടൈം എടുക്കും, കാശും കാര്യങ്ങളും ഒന്നും കിട്ടില്ല, ഇങ്ങനെ പട്ടിപ്പണി എടുത്തോണ്ട് തന്നെ. ഇപ്പൊ കുറെ പേര് ഈ ഒരു ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി അവേഴ്സ് ഇങ്ങനെയും കാര്യങ്ങളാണ്, വീക്കിലി 48 അവേഴ്സ് ആണ് വരുന്നത്. ഗവൺമെന്റിൽ ഇങ്ങനെയും പ്രൈവറ്റിൽ ഇങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ചില ക്ലിനിക്സിൽ 6 അവേഴ്സ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ 6 അവേഴ്സ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. അപ്പൊ അത് 3 ഷിഫ്റ്റ് പോലെ ഇങ്ങനെ വരും, 6 അവേഴ്സ് 6 അവേഴ്സ്. അപ്പൊ പക്ഷെ ക്ലിനിക്സിലൊക്കെ അണ്ടിൽ ഒരു 12 o'clock വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഏത് ക്ലിനിക്സുകളും അങ്ങനെ വലുതായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഒന്നിൽ 12 o'clock വരെ ഉള്ളതായിരിക്കും ക്ലിനിക്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ 2 ഷിഫ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ മോർണിംഗിൽ വരും, ഈവനിങ്ങിൽ പോകും, പിന്നെ ഉച്ചയ്ക്ക് വരും, അണ്ടിൽ അങ്ങനെ നിൽക്കുന്ന, അങ്ങനെ ആയിട്ട് 8 അവേഴ്സ് 8 അവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ക്ലിനിക്സ് ഉണ്ട്. പിന്നെ 6 അവേഴ്സ് ആയിട്ട് 3 ഷിഫ്റ്റ് ആയിട്ടുള്ള പോകുന്ന ക്ലിനിക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു യുഎയിലെ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളും വരുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലത് ചൂസ് ചെയ്യുക. നോ എന്ന് പറയുന്നിടത്ത് നോ തന്നെ പറയുക, അത് ധൈര്യത്തോടെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലിയിൽ കയറുമ്പോൾ അവിടുത്തെ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാനില്ല, എല്ലാ റൈറ്റ്സും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കുക, എങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ അഥവാ ഓഫർ ലെറ്ററും കാര്യങ്ങളും അയച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൽ മെൻഷൻ ചെയ്തിട്ട് തെറ്റായിട്ട് നിങ്ങളോട് പറഞ്ഞ പോലെ ഉള്ളതല്ല ഓഫർ ലെറ്ററിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൈറ്റ്സ് ചെയ്തിട്ട് അവരോട് പറയാം, ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞ്, പിന്നെ എന്തിനാ ഓഫർ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ഡ്യൂട്ടി അവേഴ്സ് ഇങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ ഇതാക്കാം. പിന്നെ അവർ സൈൻ ചെയ്ത്, നിങ്ങളും അവരും സൈൻ ചെയ്ത് ഓഫർ ലെറ്റർ വാങ്ങി എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണൽ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒന്നും അല്ല ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റുമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫർ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോൺട്രാക്ട് സൈൻ ചെയ്ത് നോക്കുക, അല്ല കോൺട്രാക്ട് നോക്കി വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു യുഎയിലെ നേഴ്സസിന്റെ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. വേറെ റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് റിലേറ്റഡിൽ എന്തൊരു ഡൗട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.